മലബാറിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ മാതൃഭൂമിയുടെ കോൺക്ലേവ് ഗേറ്റ് വേ ടു മലബാർ ടൂറിസം ആ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ്. വിമർശനമുണ്ടെങ്കിൽ അത് നന്നായിട്ട് നടത്താം, പക്ഷെ അത് ടൂറിസം മേഖലയെ ബാധിക്കുന്ന നിലയിൽ നടത്താതിരിക്കുന്നതാണ് നല്ലത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികളുടെ വരവിൻ്റെ വേഗതക്ക് ചെറിയ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഇത്തരം നീക്കങ്ങൾ. ഉദാഹരണത്തിന് ചൂരൽമല ദുരന്തമുണ്ടായി നമുക്കൊക്കെ മനസ്സിൽ ഉണങ്ങാത്ത ഒരു മുറിവാണത് സൃഷ്ടിച്ചത്. പൊതുവെ അത് വിശേഷിപ്പിക്കപ്പെട്ടത് വയനാട് ഡിസാസ്റ്റർ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം പിന്നീട് ഹാഷ്ടാഗ് വയനാട് ഡിസാസ്റ്റർ എന്ന നിലയിലാണ് വന്നത്. റിസോർട്ടുകളിൽ റൂം എടുത്ത് വയനാട്ടിൽ നിന്ന് വന്ന ഒരുപാട് പേരെ നമ്മളത് കണ്ടു, സംസാരിച്ചു. റിസോർട്ടുകളിൽ റൂം ബുക്ക് ചെയ്തവരുൾപ്പെടെ ക്യാൻസൽ ചെയ്ത് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വയനാട്ടിലെ ഒരു പ്രദേശത്താണ് അത് ബാധിച്ചത്, പക്ഷെ വയനാടിൻ്റെ ടൂറിസം മേഖലയെ ഒരു തരത്തിലും അത് ബാധിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രചരണം ഹോൾ വയനാട് ജില്ലയെ ആകെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടായി. പിന്നെ നമ്മൾ റിക്കവർ ചെയ്ത് വരാൻ ഒരുപാട് എഫേർട്ടും ഒരു ടീം വർക്കുമാണ് നമ്മളെല്ലാവരും നടത്തിയത്. അപ്പം നെഗറ്റീവ് വാർത്തകൾ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല. പല വിദേശ രാജ്യങ്ങളിലും ഞാൻ പോയപ്പോൾ കണ്ടുവരുന്നൊരു കാര്യം, അവിടെയൊക്കെ വാർത്തകളും ക്രിറ്റിസിസവും ഒക്കെ സ്വാഭാവികമായിട്ടും വരും. എന്നാൽ ടൂറിസം സെക്ടറുമായി ബന്ധപ്പെട്ട് പൊതുവെ അക്കാര്യത്തിൽ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ശ്രദ്ധിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ അവിടങ്ങളിലുള്ളത്. അത് നമ്മൾ പൊതുവെ മാതൃകയാക്കേണ്ടതാണ്. ഇവിടെ മാതൃഭൂമി എന്തായാലും ഇതുപോലെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഞാൻ വളരെ ചുരുക്കി പറയാം, കാരണം ഒരുപാട് പേർ സംസാരിക്കാനുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക തൊഴിൽ മേഖലകൾ കൂടി വലിയ നിലയിലേക്കുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു സെക്ടറാണ് ടൂറിസം സെക്ടർ. ഇവിടെ പൊതുവെ നമ്മൾ ചോദിച്ചാൽ എന്തുകൊണ്ട് ടൂറിസം മേഖല പ്രസക്തമാകുന്നു, അതിന് ഉത്തരം കൂടിയാണ് ഞാനീ പറഞ്ഞത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഈ ചുമതല, ടൂറിസം വകുപ്പിൻ്റെ ചുമതല തരുന്ന സമയത്ത് ഒരു മനുഷ്യന് തൊട്ടടുത്ത വീട്ടിലേക്ക് പോലും പോകാൻ വേണ്ടി പറ്റാത്ത നിലയിലേക്കുള്ള പ്രോട്ടോക്കോളുകൾ ഉണ്ടായിരുന്നു കോവിഡ് കാരണം. തൊട്ടടുത്ത വീട്ടിൽ പോകാൻ പറ്റാത്ത മനുഷ്യർക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. യഥാർത്ഥത്തിൽ ടൂറിസം മേഖല ഒരു വെന്റിലേറ്ററിലായി എന്ന് പറയപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ ചുമതല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ ഈ പ്രതിസന്ധിയെ മുറിച്ചു കടക്കാൻ ചെയ്യാനാവുക എന്നുള്ളത് പലരുമായി കേൾക്കാനാണ് പൊതുവെ ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. കോഴിക്കോട് റാവിസ് കടവിൽ നടക്കുന്ന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ടൂറിസം മേഖലയ്ക്ക് അവമതിപ്പുണ്ടാകുന്ന ആ മേഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിലെ ആ ദുരന്തത്തെക്കുറിച്ചാണ്. അത് വയനാട് ഡിസാസ്റ്റർ എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ടൂറിസം മേഖലയെ തന്നെ ദോഷകരമായി ബാധിക്കും. അത്തരം പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്.